ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. പി.വി. അൻവർ റിമാൻഡിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ഇന്ന് ജാമ്യാപേക്ഷ നൽകും. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്തതിൽ അറസ്റ്റിലായ പി.വി. അൻവർ എം.എൽ.എ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ പി.വി. അൻവർ ഒന്നാം പ്രതിയാണ്. അൻവർ ഉൾപ്പെടെ 11 പ്രതികളാണുള്ളത്. മറ്റ് 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ഇവരെ മഞ്ചേരി സബ് ജയിലിലേക്കാണ് മാറ്റുക. ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്ന് അൻവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ചോലനാക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സമരക്കാർ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി നാശനഷ്ടങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് നടപടി. അജിത് കുമാറിനെയും സുജിത് ദാസിനെയും ജയിലിൽ അടക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഒടുവിൽ അൻവർ ജയിലിലേക്ക്. നിലമ്പൂര് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒന്നും പിന്നും നോക്കാതെ ആക്രമിക്കാൻ അടുത്തിടെ വരെ സി.പി.എമ്മിന്റെ ആയുധമായിരുന്നു. ഒടുവിൽ പാർട്ടിയുമായി തെറ്റി ഭരണപക്ഷത്തെ ആകെ വെറുപ്പിച്ചാണ് അൻവർ അറസ്റ്റിലാകുന്നത്. അൻവറിനെ പുകഴ്ത്തിയവർ തന്നെ ഇകഴ്ത്തുന്ന കാഴ്ചയാണു രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ കണ്ടത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടും. ഇതിനിടെയാണ് വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള മാർച്ച് നടത്താൻ അൻവറും സംഘവും രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം കരുളായിയിലെ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം കൂടിയുണ്ടായതോടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇത് അക്രമങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചതിനു പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സംഭവമാണ് അൻവറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. എ.ഡി.ജി.പി അജിത് കുമാറിനെയും മലപ്പുറം എസ്.പി ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ചു തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലടക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണു രാഷ്ട്രീയ കേരളം കാണുന്നത്. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അജിത് കുമാറിനെ ഡിജിപിയാക്കില്ലെന്നും ജയിലിൽ അടക്കുമെന്നും കഴിഞ്ഞ ദിവസവും അൻവർ പറഞ്ഞിരുന്നു. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണമെന്ന ജാമ്യമില്ലാ കേസ് അൻവറിനെതിരെ കിട്ടിയത് ഭരണപക്ഷത്തിനും പിടിവള്ളിയായി. അൻവർ പോലീസിനു എതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി എഴുതി വാങ്ങി വിവാദം അവസാനിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടിയും ആദ്യം ശ്രമിച്ചത്. മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മാധ്യമങ്ങളെ കണ്ട അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എ.ഡി.ജി.പി എം.ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അൻവർ ആരോപണങ്ങൾ കടുപ്പിച്ചു. ഇതാണ് അൻവറിന് എൽ.ഡി.എഫിൽ നിന്നും പുറത്തേക്കുള്ള വഴിയൊരുക്കിയത്. മുന്നണിയിൽ നിന്നും പുറത്തായ ശേഷവും നിരന്തരം വാർത്താസമ്മേളനം വിളിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കൽ അൻവർ തുടർന്നു. പൊതുസമ്മേളനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടത്തി. പല പാർട്ടികളിലേക്കും ചേക്കേറാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ ഡേങ്കി എന്ന കക്ഷിയുണ്ടാക്കി. ചേലക്കരയിലെ ഡേങ്കിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ പിന്നീട് അൻവറിന് കഴിഞ്ഞില്ല. ഇതിനിടെയാണ് അൻവറിന് ജയിലിലേക്കുള്ള വഴി അദ്ദേഹം തന്നെ വെട്ടിത്തെളിച്ചത്. സുരേന്ദ്രനും ശോഭ സുരേന്ദ്രൻ വിഭാഗവും അടുക്കുന്നു. ബി.ജെ.പിയിൽ പുതിയ സമവാക്യങ്ങൾ. തലപ്പത്ത് എം.ടി. രമേശ്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ബി.ജെ.പിക്കുള്ളിലെ നേതൃമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ സജീവമാകുന്നതിനിടയിൽ പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ. അകൽച്ചയിലായിരുന്ന ശോഭ സുരേന്ദ്രന് വിഭാഗവും സംസ്ഥാന അധ്യക്ഷന് കെ സുരേന്ദ്രനും കൂടുതൽ അടുക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ വയനാട് ദുരന്തം സംബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരന് നടത്തിയ പരാമർശം സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തിക്കിടയാക്കിയതോടെയാണ് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ടത്. 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഒലിച്ചുപോയത് എന്ന തരത്തിൽ വി. മുരളീധരന് ലാഘവത്തോടെ നടത്തിയ പ്രസ്താവന തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്കു ദോഷം ചെയ്തുവെന്നാണ് കെ സുരേന്ദ്രന്റെ നിലപാട്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു മുരളിയുടെ വിവാദ പരാമർശം. മുരളീധരന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാനില്ലെന്നു പിന്നീട് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സുരേന്ദ്രന് പറയുകയും ചെയ്തിരുന്നു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതൃപ്തി പുകയുന്നതിനിടെയാണ് ശോഭ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവരൊക്കെ സുരേന്ദ്രന്റെ കണലിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ശോഭ സുരേന്ദ്രന് നേതൃമാറ്റം സംബന്ധിച്ചുള്ള വിഷയങ്ങളും ധരിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. പി.കെ. കൃഷ്ണദാസും എ.എൻ. രാധാകൃഷ്ണനും ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. നിലവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എം.ടി. രമേശിനാണ്. ആർ.എസ്.എസിന്റെ പിന്തുണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുൾപ്പെടെ സമ്മതനായ മുതിർന്ന നേതാവാണെന്നതും രമേശിന് മുൻതൂക്കം നൽകുന്ന കാര്യങ്ങളാണ്. മത്സരത്തിലേക്ക് പോകാതെ സമവായത്തിലൂടെ അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ഇതിനായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടുത്തുതന്നെ കേരളത്തിലെത്തി ചർച്ചകൾ ആരംഭിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശേഷിയുള്ളയാൾ തന്നെ നേതൃത്വത്തിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പിക്കുകയെന്നതാണ് കേന്ദ്ര നേതൃത്വത്തിനു മുന്നിലുള്ള വെല്ലുവിളി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 20% വോട്ട് നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞത് കെ സുരേന്ദ്രനു നേട്ടമായെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർട്ടിക്കു കടുത്ത തിരിച്ചടി നേരിടേണ്ടിവന്നത് എതിർപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. പാർട്ടി പ്രതീക്ഷിച്ച വോട്ടിന് അടുത്തുപോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ഉയർന്നുവന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിനു വലിയ വീഴ്ചയുണ്ടായെന്ന ആക്ഷേപം അണികൾക്കിടയിലും ശക്തമാണ്.
തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സന്ദീപ് വാര്യരെ പോലെ ഒരു നേതാവ് പാർട്ടി വിട്ട് എതിർചേരിയിലേക്ക് പോകുന്നത് തടയേണ്ടതായിരുന്നുവെന്നു പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. 14 ജില്ലാ കമ്മിറ്റികളെ 30 ജില്ലാ കമ്മിറ്റികളായി വിപുലീകരിച്ച പ്രവർത്തനം ശക്തമാക്കാൻ പാർട്ടി തന്ത്രങ്ങൾ മെനയുമ്പോൾ തലപ്പത്തേക്ക് ആരെത്തുമെന്നതാണ് നിർണായകമാവുന്നത്. 20 രൂപ നൽകാമെന്ന് പറഞ്ഞ് ഭിക്ഷാടകയെ വീട്ടിൽ കയറ്റി പീഡിപ്പിക്കാൻ ശ്രമം, പോലീസുകാരന് അറസ്റ്റിൽ. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഭിക്ഷ തേടിയെത്തിയ വയോധികയെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസുകാരന് ഉൾപ്പെടെ 2 പേര് പിടിയിൽ. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ലാലു, സുഹൃത്ത് സജിന് എന്നിവരാണ് പിടിയിലായത്. കാട്ടാക്കട പൂവച്ചിലിൽ ഇന്നലെ രാവിലെ 11 മണിയോടെ ഭിക്ഷ തേടിയെത്തിയ തിരുവനന്തപുരം സ്വദേശിനിയായ 82-കാരിയെ 20 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് പ്രതികൾ വീട്ടിനുള്ളിലേക്ക് കയറ്റിയത്. തുടർന്ന് മുറി പൂട്ടിയ ശേഷം കയറി പിടിക്കാൻ ശ്രമിച്ചതോടെ സ്ത്രീ ബഹളം വെച്ചു. നാട്ടുകാർ ഓടിയെത്തി വയോധികയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. വയോധികയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു. ഇനി അവകാശവാദം ഉന്നയിക്കാനില്ല. ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് NCP പിന്നോട്ട്. തിരുവനന്തപുരം മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് NCP പിന്നോട്ട്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാകില്ലെന്നു മുഖ്യമന്ത്രി വീണ്ടും NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയോട് വ്യക്തമാക്കിയതോടെയാണ് NCP വഴങ്ങിയത്. ഇനി അവകാശവാദം ഉന്നയിക്കില്ലെന്നു PC ചാക്കോ ഭാരവാഹിയോഗത്തെ അറിയിച്ചു. ഇന്നലെ രാത്രിയിലെ കൂടിക്കാഴ്ചയിലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് പിണറായി വിജയൻ ചാക്കോയോട് പറഞ്ഞു. ഇന്ന് ചേർന്ന ഭാരവാഹിയോഗത്തിൽ ചാക്കോ ഇക്കാര്യം വ്യക്തമാക്കി. ഇനി മന്ത്രിമാറ്റത്തിന് അവകാശവാദം ഉന്നയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഐക്യസന്ദേശം പാർട്ടിക്കാർക്ക് നൽകണമെന്നായി ഭാരവാഹികളുടെ നിലപാട്. ഇതോടെ സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയും ചേർന്ന് സംസ്ഥാന പര്യടനം നടത്താൻ ഭാരവാഹി യോഗത്തിൽ തീരുമാനമായി. ദേശീയ നേതൃത്വവും ബഹുഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കത്തിനൊപ്പമായിട്ടും നടക്കാതെ പോയതിനു കാരണം മുഖ്യമന്ത്രിയുടെ ഒറ്റ നിലപാടാണ്. അതിനിടെ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കില്ലെന്ന ഉറപ്പ് തോമസ് കെ തോമസിന് ലഭിച്ചതായും സൂചനയുണ്ട്. ദേഹാസ്വാസ്ഥ്യം വെള്ളാപ്പള്ളി നടേശൻ ആശുപത്രിയിൽ. തിരുവല്ല ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച കൊല്ലത്ത് നടന്ന SNDP തെക്കൻ മേഖല സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം കണിച്ചുകുളങ്ങരയിലേക്ക് മടങ്ങുന്നതിനിടെ രാത്രി 11ഓടെയാണ് ശ്വാസതടസ്സമുണ്ടായത്. ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ദേശീയപാതയിൽ ചേപ്പാടുണ്ടായ ഗതാഗതക്കുരുക്കിൽ വാഹനം കുടുങ്ങി. തുടർന്നു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മൂത്രാശയ അണുബാധയെ തുടർന്നുള്ള അസ്വസ്ഥതകളാണെന്നും ഭയക്കാനില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ ഇന്നുതന്നെ ആശുപത്രി വിടാമെന്നും അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. മകനും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി ഒപ്പമുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനു നേരെ ആൾക്കൂട്ട ആക്രമണം. മുക്കത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനു നേരെ ആൾക്കൂട്ട ആക്രമണം. മുക്കം സ്വദേശിയായ 34-കാരനെയാണ് ഒരു സംഘം യുവാക്കൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രതികൾ പകർത്തിയിരുന്നു. ഒരു യുവാവിനോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന 34-കാരനെ യുവാക്കൾ മർദ്ദിച്ചത്. ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചായിരുന്നു ആക്രമണം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ പ്രതികൾ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. പണം നൽകിയില്ലെങ്കിൽ മർദ്ദനത്തിന്റെ വീഡിയോ പുറത്തുവിട്ട് അപമാനിക്കുമെന്നായിരുന്നു പ്രതികളുടെ ഭീഷണി. 18,000 രൂപയാണ് പ്രതികൾ ആവശ്യപ്പെട്ടതെന്ന് മർദ്ദനത്തിനിരയായ 34-കാരൻ പറഞ്ഞു. പണം നൽകിയില്ലെങ്കിൽ വീഡിയോ പുറത്തുവിട്ട് നാരിക്കുമെന്നാണ് യുവാക്കൾ ഭീഷണിപ്പെടുത്തിയതെന്നും പരാതിക്കാരൻ പ്രതികരിച്ചു. മദ്യലഹരിയിൽ മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് ബോധരഹിതയാക്കി. പുൽപ്പള്ളിയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് ബോധരഹിതയാക്കി. പാതി സ്വദേശി മെൽബിനാണ് പ്രായമായ അമ്മയെ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാതിരി തുരുത്തിപ്പള്ളി തോമസിന്റെ ഭാര്യ വത്സല 51 മക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. കൈക്കുഞ്ഞിനെ ഒക്കത്തിരുത്തിയായിരുന്നു മെൽബിൻ അമ്മയെ തല്ലിയത്. അമ്മ വീടിന്റെ ശാപം എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം. അയൽവാസികളാണ് മകൻ അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യം പകർത്തിയത്. അയൽവാസികൾ വിവരമറിയിച്ചതിനു പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി അമ്മയുടെ മൊഴിയെടുത്തിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റിട്ടും തനിക്ക് പരാതിയില്ലെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. മർദ്ദന വിവരം അന്വേഷിക്കാൻ പോലീസ് എത്തിയതിന്റെ വൈരാഗ്യത്തിലും വീഡിയോ പുറത്തു വന്നതിലും ഇന്നലെ രാത്രിയിലും മെൽബിൻ അമ്മയെ ഉപദ്രവിച്ചിരുന്നു. മെൽബിനും സഹോദരൻ ആൽബിനും മാതാപിതാക്കളെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരുവരും പുൽപ്പള്ളിയിൽ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ്. മക്കളുടെ മർദ്ദനം ഭയന്ന് രാത്രി അടുത്ത വീട്ടിലെ തൊഴുത്തിലും ആട്ടിൻകൂട്ടിലുമാണ് മാതാപിതാക്കൾ കഴിയുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. മെൽബിൻ വീണ്ടും അമ്മയെ ആക്രമിച്ചതോടെ വിഷയത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ SP പോലീസിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ പേരിൽ മെൽബിനെതിരെ പുൽപ്പള്ളി പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നതറിഞ്ഞ് മെൽബിനും സഹോദരനും ഒളിവിൽ പോയിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. തിരുവമ്പാടിയിൽ വൻ കഞ്ചാവ് വേട്ട, 2 പേർ പിടിയിൽ. തിരുവമ്പാടി പോലീസ് വൻതോതിൽ കഞ്ചാവ് പിടികൂടി.
തിരുവമ്പാടി ഗേറ്റുംപടി മുതിയോട്ടമ്മലിലെ വാടക വീട്ടിൽ നിന്നുമാണ് 1780 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് പിടികൂടിയത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പോലീസ് എത്തിയപ്പോൾ ഒരാൾ ഓടി രക്ഷപ്പെടുകയും 2 പേരെ പിടികൂടുകയും ചെയ്തു. കൂടരഞ്ഞി സ്വദേശി അബീഷ്, കാരശ്ശേരി സ്വദേശി ജലീഷ് ബാബു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഓടി രക്ഷപ്പെട്ട കാരശ്ശേരി കൽപ്പൂർ സ്വദേശി ഷഫീഖിനു വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ഇയാളാണ് വീട് വാടകയ്ക്ക് എടുത്തത്. പോലീസ് പറഞ്ഞ സ്ഥലത്തുനിന്നും ഒരു കാറും 2 മോട്ടോർ സൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവമ്പാടി സബ് ഇൻസ്പെക്ടർ റസാഖ്, എസ് ഐ ബിജീഷ്, സീനിയർ സിപിഒമാരായ സുജിത് കുമാർ, സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.